വെഞ്ഞാറമ്മൂട് കൊലപാതകം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ശാന്തതയാണ്. അപ്പാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ പല പ്രതികരണങ്ങൾ കേട്ടു. അപ്പാന്റെ അമ്മ അവർക്ക് മകൻ അത് ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. അവരെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തു. അവരിപ്പം ഒരു ഷെൽട്ടർ ഹോമിലായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. കാരണം ബന്ധുക്കളാരും അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല. അവരുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായി. അവരാണ് ഈ കടം വരുത്തിയത്. മകൻ ഇങ്ങനെ ആയത് അമ്മ കാരണമാണ്. അതുകൊണ്ട് അവരെ എല്ലാവരും വെറുക്കുകയാണ്. അവരുടെ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല. അവർക്കിപ്പോൾ അഭയമില്ല. അവര് പേരുമല വീട്ടിൽ പോകില്ല എന്നും അവർ പറഞ്ഞു. അവിടെയാണ് തൻ്റെ പ്രിയ കൊച്ചുമാനെ കൊന്ന സ്ഥലം. അവിടെയാണ് മകൻ്റെ കൂട്ടുകാരിയെ കൊന്ന സ്ഥലം. അവിടെയാണ് അമ്മയായ ഷെമിയെ കൊല്ലാൻ ശ്രമിച്ചത്. അതെല്ലാം നോക്കുമ്പോൾ ആ സ്ത്രീക്ക് അതൊന്നും താങ്ങാൻ പറ്റില്ല. അവര് ജീവിച്ചിരിക്കുന്നത് തന്നെ അത്ഭുതകരം തന്നെ. കാരണം അത്ര മാരകമായ പരിക്കേറ്റു. അതിൽ നിന്ന് അവർക്ക് റിക്കവർ ചെയ്യാൻ വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അബ്ദുൾ റഹീമിന് തൻ്റെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അതൊന്നും അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ സംഭവിക്കുമോ? കടമാണ് ഈ പ്രശ്നം. പക്ഷെ അവിടെ കടം വന്ന് പോയ അബ്ദുൾ റഹീമിന് വീട്ടുകാർക്ക് പണം എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നു. അയാൾ ഗൾഫിൽ പോയ ശേഷം ആർഭാടമായ ഒരു ജീവിതം തന്നെയാണ് നടത്തുന്നത്. അയാളുടെ സാമ്പത്തിക വരവിനേക്കാളും അപ്പുറത്തുള്ളൊരു ജീവിതം തന്നെ. കാരണം അവർക്ക് അയാളുടെ വരുമാനത്തെപ്പറ്റി മക്കൾക്കോ ഭാര്യയ്ക്കോ ഒന്നും അറിയില്ല. ഗൾഫിൽ പോയി പണം വാരി കൂട്ടുന്നു എന്ന് അവർ ചിന്തിക്കുകയുള്ളൂ. വലിയ വീട് വെച്ചിട്ടുണ്ട്, സ്ഥലം വാങ്ങിച്ച വീട് വെച്ചതാണ് പേരുമലയില്. അപ്പൊ അതെല്ലാം നോക്കിക്കഴിയുമ്പം അവരെ കുറ്റപ്പെടുത്തുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീയാണ്, അവർക്ക് അങ്ങനെ ജീവിക്കാൻ അറിയുള്ളൂ. പക്ഷേ അവരിപ്പോൾ ഒറ്റപ്പെട്ടു പോയി. അതിനോട് അംഗീകരിക്കാൻ കഴിയില്ല. ആ സ്ത്രീയെയും റഹീമിനെയും രണ്ട് വീട്ടുകാരും ഇനി സ്വീകരിക്കണം. വലിയ ദുര്യോഗം വീട്ടിൽ നടന്നു. മകൻ ചെയ്ത പ്രവൃത്തി 5 പേരുടെ ജീവൻ എടുത്തു. അവരുടെ എല്ലാമായ വല്യമ്മയെ ആദ്യം തലക്കടിച്ചു കൊന്നു. പിന്നെ റഹീമിന്റെ സഹോദരനും സഹോദരന്റെ ഭാര്യയും കൊന്നു. സ്വന്തം അനിയനെയും കൊന്നു. അവന്റെ സുഹൃത്തായ പെൺകുട്ടിയെയും കൊന്നു. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാനോ ഇതിനെന്തെങ്കിലും ഒരു ദയ കാണിക്കാനോ ഒന്നും കഴിയില്ലെങ്കിലും മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം. അബ്ദുൾ റഹീം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. പല ഇന്റർവ്യൂകളും ഞാൻ കണ്ടു. അബ്ദുൾ റഹീമും ഷെമിയും ഒന്നിച്ചാകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം സംഭവിച്ചു പോയ ദുര്യോഗം. 5 പേരുടെ വിലപ്പെട്ട ജീവൻ എടുത്തു മകൻ. ആ മകൻ ഇനി ജയിലിൽ നിന്ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മകന് വേണ്ടി കേസ് നടത്തില്ല എന്ന് പിതാവ് പറഞ്ഞു. കേസ് നടത്തിയാലും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. കാരണം ജീവപര്യന്തം 5 എണ്ണം ഉറപ്പ്. അറ്റംപ്റ്റ് മർഡർ ഉണ്ട്. അമ്മ ചിലപ്പോൾ അതിന് മൊഴി കൊടുക്കത്തുമില്ല. പക്ഷെ സമൂഹം അവരെ ഒറ്റപ്പെടുത്തി നിർത്തുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സ്ത്രീയെ അവർക്ക് ദുര്യോഗം അവർക്കുണ്ടായ അവർ വരുത്തി വെച്ച ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇത് ഉണ്ടായെന്നാണ് പൊതുവെ സംസാരിക്കുന്നതെങ്കിലും വരുന്ന പണം വെച്ച് ചെലവാക്കാൻ അവർ ശ്രമിച്ചു. അതുകൊണ്ട് മകനെ അവർ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ചിട്ടുണ്ടാവണം. പക്ഷേ അവർക്ക് ഒരു 8 ലക്ഷം രൂപയുടെ ലോണ് വെഞ്ഞാറമ്മൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് എടുത്തു. അത് 15 ലക്ഷം വരെ ആയെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ അശ്വിൻ മാനേജർ നിരന്തരം അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. മാനസിക പീഡനം തന്നെയാണ്. പല സോഴ്സിൽ നിന്ന് കടം വാങ്ങി അവർ ജീവിച്ചു. അവിടെ നിന്നെല്ലാം സമ്മർദ്ദം ഉണ്ടായി, മാനസിക സംഘർഷം ഉണ്ടായി. നിലനിൽക്കാൻ കഴിയില്ലാത്ത അവസ്ഥയിൽ ആ വീടെത്തി. അതിൻ്റെ പ്രതിഫലനമാണ് താൻ എല്ലാവരെയും കൊല്ലാൻ കാരണമെന്ന് അഫാൻ പറയുന്നുണ്ടെങ്കിലും അതിനോട് പൂർണ്ണമായി യോജിക്കാൻ എനിക്ക് കഴിയുന്നില്ല. റഹീമിൻ്റെ ഉമ്മ മരിച്ചു, ഉമ്മയെ കൊന്നു, സഹോദരന്റെ ഭാര്യയും കൊന്നു. അതൊക്കെ ആ റഹീമിന് എങ്ങനെ സഹിക്കാൻ പറ്റും? തൻ്റെ ഓമന പുത്രനെയും കൊന്നു. ചെയ്തതാരാണ്? തൻ്റെ മൂത്ത മകൻ. എന്തോ ആയിക്കോട്ടെ, സാമ്പത്തികമായ പല പ്രശ്നങ്ങളുണ്ട്. 4 ലക്ഷം രൂപ ബാങ്കിലെ കടത്തിന് വേണ്ടി അയച്ചു കൊടുത്തതിൽ നിന്ന് 2 ലക്ഷം രൂപ മകനെ
ബാങ്കിൽ അടച്ചോളൂ, അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഭാര്യ ഷെമി അടച്ചോളൂ, ബാക്കി 2 ലക്ഷം രൂപ എവിടെ പോയി എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പോയതെല്ലാം പോട്ടെ. ഭീമമായ കടമെന്ന് പറയുന്നത് 65 ലക്ഷം രൂപ ആണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അത് എത്രത്തോളം വരുമെന്ന് അറിയത്തില്ല. അതിനകത്ത് ഉപേക്ഷിക്കാൻ പറ്റുന്നവർ ആ പണം ഉപേക്ഷിക്കുക തന്നെ വേണം. ഇനി അതുങ്ങളുടെ അടുത്ത് പണം ചോദിക്കരുത്. നിവൃത്തിയില്ലാത്തവർ തീർച്ചയായിട്ടും അതിനുള്ള വഴി റഹീമും ഭാര്യയും കൂടെ ഉണ്ടാക്കണം. അവരെ നമുക്ക് ജീവിക്കാൻ അനുവദിക്കണം, അവരെ സഹായിക്കണം, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കണം. അവരെ വെറുക്കപ്പെടരുത്. കാരണം മകൻ ചെയ്ത പ്രവൃത്തിയാണ്. ഒരമ്മ അതൊരിക്കലും പ്രതീക്ഷിക്കത്തില്ല. ഷെമി ഇപ്പോഴും എൻ്റെ മകൻ അത് ചെയ്യില്ല എന്നാണ്. അമ്മയ്ക്കറിയാം മകൻ ആരാണെന്ന്. പക്ഷെ അവൻ്റെ ഉള്ളിൽ എന്താ നടന്നതെന്ന് അമ്മയ്ക്ക് അത്ര കൃത്യതയില്ല. അതുകൊണ്ട് മകൻ ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ഒറ്റപ്പെട്ടു പോയി. സാമ്പത്തിക പ്രശ്നം, കുടുംബത്തിലെ കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ് എല്ലാം ആ സ്ത്രീ സഹിക്കുകയാണ്. അവരെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് അവരെ ഷെൽട്ടർ ഹോമിലാണ്. അവരെ ആരും സ്വീകരിക്കുന്നില്ല, ബന്ധുക്കൾ സ്വീകരിക്കുന്നില്ല. അവർക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാണ് ആ മരണ വീട്ടിൽ പോയി താമസിക്കാൻ കഴിയുക? അതൊക്കെ പ്രശ്നമാണ്. ഏതായാലും അവർ ശാന്തരാകട്ടെ. അവർ സൈക്കോളജിക്കലായിട്ട് അവരെ എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഷെൽട്ടർ ഹോമിലുള്ളവർ ആ രീതിയിൽ അവരെ മാനസികമായ പിരിമുറുക്കത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം. അവർക്ക് തീർച്ചയായിട്ടും ഒരു ശാന്തത കൈവരിക്കണം. എല്ലാം ഫേസ് ചെയ്യണം. ഫേസ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്, ബന്ധുക്കളുണ്ട് എന്നുള്ള ധൈര്യം കൊടുക്കണം. അവരെ ഒറ്റപ്പെടുത്തരുത്. അത് അപകടം വരുത്തി വെക്കും. അതുകൊണ്ട് ആ സ്ത്രീ നോർമലാകട്ടെ, മാനസികമായ ധൈര്യമാകട്ടെ. പോലീസിന് അത് സഹായകരമാകും. പോലീസ് ഈ കാര്യത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവരുടെ നോർമലായ ചിന്തകളും നോർമലായ മൊഴികളും ഈ കേസിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. രണ്ടുപേരെയും ചേർത്ത് പിടിക്കണം. കാരണം മക്കള് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു. അത് ഏത് വീട്ടിലും ഇനിയും ഉണ്ടാകാം. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം അങ്ങനെയായി മാറി. സാമ്പത്തികമായി ഒരു പിടിച്ചു നിൽക്കാൻ മലയാളികൾക്ക് ഇന്ന് അറിയില്ല. പണ്ടൊക്കെ നമ്മൾ ഗാന്ധിജി മുതലുള്ള കാര്യങ്ങൾ ദൈനംദിനം നമ്മൾ മിച്ചം പിടിച്ച് പോകണം എന്ന് ഗാന്ധിജിയുടെ അന്ന് മുതലേ അദ്ദേഹം തന്നെ അങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തന്നത്. നമ്മുടെ വീടുകളിലെ ലക്ഷറി മാറണം. കാരണം അനാവശ്യമായി കാറും കെട്ടിടങ്ങളും ഒക്കെ പണിത് കൂട്ടുകയാണ് മലയാളികൾ. പക്ഷെ പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും കേരളത്തിലെ പല ജില്ലകളിലും ആ വീട്ടിൽ നിന്ന് താമസിക്കാൻ ആളില്ല. അവരെല്ലാം വിദേശത്തോ ആ വീട് പൂട്ടിക്കിടക്കുന്നത് കാണാം. ലക്ഷറീസ് ആയ 3 നിലയിൽ വലിയൊരു വീട് വെച്ചിട്ട് ഏകദേശം 3-4 കോടി രൂപയുടെ ഒരു വീട് വെച്ചിട്ട് ആ വീട്ടിലെ ആ ഇന്ന് അവശേഷിച്ചിരിക്കുന്ന ആ കാർന്നവരിരുന്ന് ദുഃഖിച്ച് കരയുന്നതാണ്. കാരണം അതൊന്നും സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം ഇതാണ് മലയാളിയുടെ അവസ്ഥ. അതുകൊണ്ട് മലയാളികൾ തീർച്ചയായിട്ടും ലക്ഷറിയിൽ നിന്ന് മാറണം. അവർക്ക് മിതമായ രീതി ജീവിക്കാൻ പഠിക്കണം. പണമുണ്ടെങ്കിൽ അത് ബാങ്കിൽ കൊണ്ട് ഇട്ടോളൂ. ഏതെങ്കിലും സേവനം ചെയ്യാൻ മനസ്സുള്ളവർ അത് സേവനം ചെയ്യാൻ ആ പണം കൊടുക്കുക. നിങ്ങളുടെ ജീവിതം ആധുനിക ജീവിതത്തിൽ നിന്ന് മാറണം. നമ്മുടെ പഴയകാല ജീവിതങ്ങൾ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട്. പ്രകൃതിയിൽ നിന്നുള്ള ആ ഭക്ഷ്യവസ്തുക്കൾ മാത്രം നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യലായി സിന്തറ്റിക്കായ ഭക്ഷണങ്ങൾ കഴിച്ച് മലയാളികൾ രോഗാതുരമായ മനുഷ്യ ശരീരവുമായിട്ട് മലയാളികൾ നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മാറണം, ചിന്ത മാറണം. കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കരുത്. കാരണം അവരും ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് മാറി ചിന്തിക്കുന്നവരും പലരും ആത്മഹത്യ ചെയ്യുന്നതും പലരും ചെറുപ്പക്കാരെ കൂടെ ഇറങ്ങിപ്പോകുന്നതും എല്ലാ കുടുംബങ്ങളിലും ആ പ്രശ്നങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളത് സധൈര്യം നേരിടാനുള്ള മാനസികമായ ഒരു ധൈര്യം എല്ലാവർക്കും ഉണ്ടാകണം. ഇതൊക്കെ നമ്മുടെ വീട്ടിലും ആരുടെ വീട്ടിലും സംഭവിക്കാം. അത് ഫേസ് ചെയ്യാനുള്ള മനസ്സ് വേണം. അതിൽ ദുഃഖിക്കരുത്. അത് കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യരുത്. അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് നിങ്ങൾ കണക്കാക്കണം. പ്രത്യേകിച്ച് ഈ വെഞ്ഞാറമൂട്ടിലെ ഈ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. മലയാളികളെല്ലാവരും ലക്ഷറി ലൈഫിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ആ കൊലപാതകം എന്നാണ് ഇതുവരെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ പയ്യന് എങ്ങനെയാണ് ഇതുവരെ മാനസിക പരിവർത്തനം ഉണ്ടായെന്ന് മനസ്സിലാകുന്നില്ല. ഈ രീതിയിലുള്ള ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് മനസ്സ് എങ്ങനെ വന്നു, അത് ചെയ്യാൻ എങ്ങനെ പ്രേരകമായി എന്നുള്ള ഘടകങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തണം ഇനി. കാരണം എല്ലാ രംഗത്തും ഈ ഡിറ്റീറിയേഷൻ, ഈ നമ്മുടെ ശക്തി ചോർന്നു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. മാനസികമായ പിരിമുറുക്കം താങ്ങാൻ മലയാളിക്ക് കഴിയില്ല. എല്ലാം മലയാളികളുടെ ചിന്തയിൽ, അപക്വമായ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചില പ്രവൃത്തികൾ കൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മാറി ചിന്തിക്കണം മലയാളികൾ.
കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിലും വിഷമിക്കരുത്. കാരണം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ കഴിയില്ല. ചില കുട്ടികളൊക്കെ മാർക്ക് കുറഞ്ഞതിൽ ആത്മഹത്യ ചെയ്യുന്നു, മാർക്ക് കുറഞ്ഞതിൽ അമ്മമാർ വഴക്ക് പറയുന്നു. ദയവ് ചെയ്ത് അമ്മമാർ കുട്ടികളെ പഠന കാര്യത്തിൽ ആരും വഴക്ക് പറയരുത്. കാരണം അവർക്ക് പഠിക്കാൻ പറ്റുന്ന അവർ പഠിച്ചോട്ടെ. ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള ജീവിത രീതി, ഏറ്റവും ലളിതമായ ജീവിത രീതി പഠിക്കണം. അവര് IAS കാരനോ IPS കാരനോ സർക്കാർ ഉദ്യോഗസ്ഥനോ ആകണ്ട. ആ കുട്ടികളെ അവരുള്ള സൗകര്യത്തിന് ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ജീവിക്കാനുള്ള മനസ്സ്. മറ്റുള്ളവർ നന്നാകുന്നെങ്കിൽ മറ്റുള്ളവർ വലിയ വലിയ ആളാകുന്ന ആയിക്കോട്ടെ, നമുക്കതിന് പറ്റിയില്ല എന്ന് മാത്രം ഉള്ള ഒരു മനസ്സ്. അതിൽ ദുഃഖിക്കരുത്, അതിൽ വിഷമപ്പെടരുത്. മനുഷ്യജീവിതം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. കാരണം പഠിച്ചെങ്കിൽ മാത്രമേ ഇനി ജീവിക്കാൻ കഴിയുള്ളൂ. അല്ല, പഠിച്ചില്ലേലും ജീവിക്കാം. എത്രയോ ആൾക്കാർ പഠിക്കാത്തവർ, നമ്മുടെ മാതാപിതാക്കൾ പലരും വലിയ പഠനമില്ലാത്തവരാണ്. അവരെല്ലാം കൃഷി ചെയ്തും കച്ചവടം ചെയ്തും അവർ മിതവ്യയത്തിൽ നിന്ന് അവർ പടുത്തുയർത്തിയ കെട്ടിടത്തിലാണ് നിങ്ങൾ താമസിക്കുന്നത്. പടുത്തുയർത്തിയ സ്ഥലത്തിൻ്റെ വരുമാനം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ മറക്കരുത്. അതുകൊണ്ട് കുട്ടികൾ പഠിച്ചില്ലെങ്കിലും മാതാപിതാക്കൾ ഒരിക്കലും ദുഃഖിക്കരുത്. പഠിച്ചവർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് മലയാളിക്ക് ഒരു ചിന്തയുണ്ട്. അതിൽ നിന്നൊക്കെ മാറണം. അതിൻ്റെ ഒരു പാഠം തന്നെയാണ് വെഞ്ഞാറമൂട്ടിലെ ഈ 5 മരണത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നത്, മഠത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഷെമിയെയും അതുപോലെ തന്നെ റഹീമിനെയും ബന്ധുക്കൾ തഴയരുത്. അവരെ ചേർത്ത് പിടിക്കണം. അവർക്ക് മുന്നോട്ടൊരു പ്രത്യാശ കൊടുക്കണം. അവർ ജീവിക്കട്ടെ. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. വീട്ടിലുണ്ടായ ദുര്യോഗം നടന്നുപോയി, അത് ദുഃഖിച്ച് ഇവരോട് പ്രതികാരം ചെയ്യാൻ ആരും നിൽക്കരുത്. ബന്ധുക്കളാരും ദയവ് ചെയ്ത് നിങ്ങൾ ആ റഹീമിനെയും ആ ഷമീമിനെയും ആശ്വസിപ്പിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. അവരെ രണ്ടുപേരെയും ആ പേരുമല്ല വീട്ടിൽ തന്നെ ആക്കാൻ സാധിക്കുമെങ്കിൽ, സമയങ്ങളെടുക്കും എങ്കിലും അവിടെ ആക്കി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.